ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കൂന്തൽ വെച്ചിട്ടുള്ളൊരു വറവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് കൂന്തൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് 2 ചെറിയ സ്പൂണ് മുളക് പൊടി, ഇനി 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂണ് ഗരം മസാല. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായൊന്ന് മിക്സ് ചെയ്ത് മസാലകളൊക്കെ കൂന്തലിൽ നന്നായൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂന്തൽ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നേരത്തെ മസാല പുരട്ടി വെച്ച കൂന്തൽ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായൊന്ന് ഫ്രൈ ആയി വരണം. ഇതിപ്പം ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം കൂന്തലൊന്ന് ജസ്റ്റ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം കൂന്തലിലെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം കൂന്തൽ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂന്തൽ പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം കൂന്തൽ ഞാനിതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു വലിയ സവാളയും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി വെളിച്ചെണ്ണ നന്നായി ചൂടായി കിടക്കുന്നുണ്ട്, ഉള്ളി പെട്ടെന്നാവും. ഇനി കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂന്തലിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഇതിൽ കുറച്ച് മാത്രം ചേർക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൻ്റെ ഒരു പച്ചക്കുത്ത് ഒന്ന് പോകുന്നവരെ ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ വാട്ടി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കണം. അതിന് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൂന്തൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ കൂന്തലും ഉള്ളിയും ഒന്ന് 2-3 മിനിറ്റ് നന്നായി ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഇളക്കിയെടുക്കുക. ഒന്ന് ഡ്രൈ ആകുന്നവരെ ഒന്ന് ഇതുപോലെ ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം ഒരു വലിയ സ്പൂണ് പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പെരുംജീരകം കൂന്തലിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങയും കൂന്തലും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് തേങ്ങ ഒന്ന് കൂന്തലിലേക്കൊന്ന് പിടിച്ച് വരണം, അതുവരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ കൂന്തൽ വറവോടെ റെഡി ആയിട്ടുണ്ട്. നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.